വിശുദ്ധ തോമാസ് ലീഹ യേശുവിനെ കണ്ടപ്പോൾ പ്രഖ്യാപിച്ച വലിയ സത്യം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ വലിയൊരു സത്യത്തെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിൽ പറയാം, എൻ്റെ കർത്താവേ. ഇങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ല, ഒച്ചത്തിൽ പറഞ്ഞ് എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സുഹൃത ജപം പോലെ എപ്പോഴും നമുക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് മാർത്തോമാസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് പ്രാർത്ഥന? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതൊരു സുഹൃത ജപം പോലെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്? പറഞ്ഞേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വലിയ പ്രാർത്ഥനയിൽ പങ്കുചേരേണ്ടത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹല്ലേലൂയ, ശ്രദ്ധ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൊതുവെ കേരളത്തിലെ മലയാളി ക്രിസ്ത്യാനികൾ സ്വയം അഹങ്കാരത്തോടെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഞങ്ങൾ തോമായുടെ മക്കളാണ് എന്നുള്ള കാര്യം, അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അഭിമാനത്തോടെ പറയുന്ന കാര്യം, ഞങ്ങൾ മാർത്തോമാസ് ലീഹായുടെ മക്കളാണ്, മാർത്തോമാസ് ലീഹായുടെ പാരമ്പര്യമുള്ളവരാണ് എന്നിങ്ങനെ വളരെ അഭിമാനത്തോടുകൂടെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പ്രത്യേകിച്ച് മലയാളി ക്രൈസ്തവർ ലോകത്തിൻ്റെ എവിടെ പോയാലും അവിടെയെല്ലാം ജൂലൈ 3-ാം തീയതിയിലെ ദുഃഖ്രാന തിരുനാൾ, അതോടൊപ്പം തന്നെ പുതുഞായറാഴ്ച, വിശുദ്ധ തോമാസ് ലീഹാനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ തിരുനാൾ, തോമാസ് ലീഹായുടെ തിരുനാൾ, വലിയ ആഘോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും കൊണ്ടാടുന്നത്. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളും വിശുദ്ധ തോമാസ് ലീഹായുടെ അഭിഷേകത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആയിരിക്കുന്നത്. ഒച്ചത്തിൽ പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അല്പം കൂടെ ഒച്ചത്തിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമാസിനെ കുറിച്ച് വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, ജീവിതത്തോടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത് ഗലീലി എന്ന് പറയുന്ന ഒരു ദേശത്തു നിന്നുള്ള ഒരു വിശുദ്ധനാണ്. അതോടൊപ്പം തന്നെ അയാൾ മുക്കുവനാണ്, മീൻപിടുത്തക്കാരനാണ്. അതോടൊപ്പം തന്നെ തോമാസ് ലീഹായുടെ പേരിനെ കുറിച്ച് പറയുമ്പോൾ ദിദീമോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇരട്ട പിറന്നവൻ എന്നാണ് അർത്ഥം, ഇരട്ട പിറന്നവൻ. ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ തോമാസ് ലീഹായെ കുറിച്ച് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത്. അതിനേക്കാൾ കൂടുതൽ പാരമ്പര്യമായിട്ട് നമ്മുടെ ദേശത്ത് ഒത്തിരിയേറെ സംഭവങ്ങൾ, ഒത്തിരിയേറെ കഥകൾ, ഉപകഥകൾ, ഒത്തിരിയേറെ അനുഭവങ്ങൾ പാരമ്പര്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇല്ല, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഓരോ ദേശത്തും തോമാസ് ലീഹായെക്കുറിച്ച് ഓരോ തരത്തിലുള്ള കഥകളും ഓരോ അനുഭവങ്ങളും ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കേരള മണ്ണിൽ തോമാസ് ലീഹ വന്ന് 7 പള്ളികൾ സ്ഥാപിച്ചു, അല്ലേ? 7 പള്ളികൾ സ്ഥാപിച്ചു. ഞാൻ വളരെ അഭിമാനത്തോടെ എപ്പോഴും പറയുന്നൊരു കാര്യം, തോമാസ് ലീഹ സ്ഥാപിച്ച ഒരു പള്ളി, 7 പള്ളികളിൽ ഒരു പള്ളിയാണ് കോക്കമംഗലം എന്ന് പറയുന്ന പള്ളി. ഏത് പള്ളിയാണ്? കോക്കമംഗലം. നിങ്ങൾ ആ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് കോക്കമംഗലം. ഇത് ഇപ്പോൾ സ്ഥിതി ചെല്ലുന്നത് ചേർത്തല എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ചേർത്തല എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് കോക്കമംഗലം.
പ്രത്യേകിച്ച് ചേർത്തല കോട്ടയം റൂട്ടിൽ, ചേർത്തല വൈക്കം റൂട്ടിലാണ് കായലിനോട് ചേർന്ന് സ്തുതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. കായലിലൂടെയാണ് തോമാസ് ലീഹ യാത്ര ചെയ്ത് എത്തിയെന്നും അവിടെ ഒരു പള്ളി സ്ഥാപിച്ചുവെന്നുമെന്നുമാണ് നമ്മുടെ പാരമ്പര്യം. ആ ഇടവക അംഗമാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഈ കോക്കമംഗലം പള്ളിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കോക്കമംഗലം പള്ളിയുടെ ചുറ്റുവട്ടത്താണ് ഞങ്ങളുടെ ബാല്യകാലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതൽ തോമാസ് ലീഹായെ കുറിച്ച് ഒത്തിരിയേറെ സംഭവങ്ങൾ പാരമ്പര്യമായിട്ട് പലരും പറഞ്ഞു കേട്ട് അറിവുകൾ ചെറുപ്പകാലം മുതൽ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ ആ ഇടവക മാത്രമല്ല, തോമാസ് ലീഹായുടെ നാമധേയമുള്ള അനേക ദേവാലയങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെയൊക്കെ ഇടവക ദേവാലയങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെ പേരിലായിരിക്കും. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ദേവാലയം, ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ഏതാ പറഞ്ഞേ? പോട്ട വിൻസെൻഷൻ ആശ്രമ ദേവാലയമാണ്. എല്ലാ ദേവാലയങ്ങൾക്കും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേര് നാമകരണമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥൻ ആരാന്നറിയോ? വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ അല്ല, വിശുദ്ധ തോമാസ് ലീഹായാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയം സെന്റ് തോമസ് ചർച്ചാണ്. പരിശുദ്ധ അൽത്താരയോട് ചേർന്ന് തോമാസ് ലീഹായുടെ രൂപമൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സെന്റ് തോമസ് ചർച്ചാണ്. അങ്ങനെയാണ് ഈ ദേവാലയം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ദേവാലയം പണിതപ്പോൾ ഇതിൻ്റെ അധികാരികൾ ഈ ദേവാലയത്തിന് തോമാസ് ലീഹായ്ക്ക് സമർപ്പിച്ചൊരു ദേവാലയമാണ്. അപ്പം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല അഭിമാനത്തോടെ ഒന്നും കൂടെ നിവർന്നിരുന്നേ. തോമസ് എന്ന് പേരുള്ളവരെന്ന് കൈ പൊക്കാവോ? അങ്ങനെ പേരുള്ളവർ അങ്ങനെ കുറേ പേരുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകം ഒരു ആശംസകൾ അർപ്പിക്കുകയാണ്. തോമാസ് ലീഹായുടെ പേരുള്ളവർ അല്ലേ? ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് ഇപ്പൊ തൽക്കാലം നമ്മൾ അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തേ. തിരുനാൾ മംഗളങ്ങൾ പറഞ്ഞേ. ഇത് അവരുടെ മാത്രം തിരുനാളല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും തിരുനാളാണ്. തോമാസ് ലീഹായുടെ മക്കളാണ് നമ്മൾ. അപ്പൊ ഇത് ആരുടെ തിരുനാളാണ്? പറഞ്ഞേ. ഇത് നമ്മുടെ തിരുനാളാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടെ നല്ല സന്തോഷത്തോടെ കൈ കൊടുത്തോണ്ട് പറഞ്ഞ് നമ്മുടെ തിരുനാളാണ്. ഹാപ്പി ഫീസ്റ്റ് പറഞ്ഞു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓൺലൈനിൽ പങ്കെടുക്കുന്ന തോമസ് നാമധാരികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും യേശുവിൻ്റെ അത്ഭുതകരമായ കൃപ സ്വീകരിച്ച തോമാസ് ലീഹായുടെ പേരിനും അതോടൊപ്പം തന്നെ മക്കളെ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സന്തോഷത്തോടുകൂടെ നേരുന്നു. നല്ലൊരു കൈയടിച്ച് നമുക്ക് പാസ്സാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹല്ലേലൂയാ. തോമാസ് ലീഹായ്ക്ക് ഒരു കൊച്ചു ചീത്തപ്പേരുണ്ട്. അതേതാ? തോമാസ് ലീഹായെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഏതാ? അവിശ്വാസി എന്നാണ് പറയുന്നത് അല്ലെ? അവിശ്വാസി. അതുകൊണ്ട് തന്നെ ചിലർ പറയത്തില്ല, ഞാൻ തോമായുടെ മകനാണ്, തോമായുടെ മക്കളാണ്, വെറുതെ അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കുകയല്ല, കണ്ടെങ്കിലേ വിശ്വസിക്കൂ അല്ലേ? ചിലരൊക്കെ വലിയ വീരവാദം പറയുന്നതാണ്, ഞാൻ തോമാസ് ലീഹായുടെ മക്കളാണെന്നൊക്കെ പറയും. ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കൂ. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിച്ചാൽ ഈ തോമാസ് ലീഹ അവിശ്വസിച്ചത് ആരെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ആരെയാ തോമാസ് ലീഹ അവിശ്വസിച്ചതെന്ന് പറഞ്ഞേ? തോമാസ് ലീഹായുടെ ശിഷ്യന്മാർ. ഞാൻ ആ വചനഭാഗം വായിക്കാം. ഇത് പഠിച്ചോണേ, ശ്രദ്ധിച്ചു പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24-ാം തിരുവചനം. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒച്ചത്തിപ്പറയി. മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ആരാ പറഞ്ഞേ? മറ്റ് ശിഷ്യന്മാർ ആരോട് പറഞ്ഞു?
തോമസിനോട് പറഞ്ഞു, ഞങ്ങൾ ആരെ കണ്ടു? കർത്താവിനെ കണ്ടു. അപ്പോൾ ഉടനെ തന്നെ എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതായത് ഈശോ മരിക്കുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം. ദേ, എൻ്റെ നാമത്തിൽ പലരും വരും. ഈശോ പറഞ്ഞതാ, എൻ്റെ നാമത്തിൽ പലരും വരും, നിങ്ങൾ സൂക്ഷിക്കണം. പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞത് എൻ്റെ നാമത്തിൽ പലരും വരും. ദേ, ഇതാ ഞാൻ അവിടെ എന്നും ഇതാ ഞാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ആരുടെ തലയിലുണ്ട്? നമ്മുടെ തോമാച്ചൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് തോമാച്ചനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനെ കണ്ടു. അപ്പൊ തോമാച്ചൻ പറഞ്ഞു, പിന്നെ ഇതെന്നാ വർത്താനെ പറയണേ? നിങ്ങൾ യേശുവിനെ കണ്ടെങ്കിൽ തോമാച്ചന് മനസ്സിലാകാത്തൊരു കാര്യം എന്നാന്നറിയോ? യേശുവിനെ കണ്ടവര് പിന്നെയും ഇങ്ങനെ മുറിക്കകത്ത് വാതിലടച്ചിരിക്കുവോ? ഇരിക്കുവോ? ഇല്ലല്ലോ. ഈശോ ഇപ്പോഴും ഉദ്ധിതനാണ്. ഈശോ പ്രത്യക്ഷപ്പെട്ടവർ ഇങ്ങനെ വാതിലടച്ച് പേടിച്ചിരിക്കത്തില്ല. ഇതാർക്കറിയാം? തോമസിനറിയാം. അപ്പൊ അതുകൊണ്ട് തോമസ് പറയണേ, നിങ്ങൾ എന്നതാ ഈ പറയണേ? ഈശോ ഉയർത്തെഴുന്നേറ്റെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നേ? നിങ്ങൾ പറയണത് സത്യമാണോ? എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. ആരെയാണ് തോമാസ് ലീഹായ്ക്ക് വിശ്വാസം ഇല്ലാത്തത്? ശിഷ്യന്മാരെയാണ്. ഇത് പറഞ്ഞ ആളുകളെയാണ്, അല്ലേ? ഇത് പറഞ്ഞവന്മാരെ ഈ തോമാസ് ലീഹായ്ക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ട് തോമാസ് ലീഹ പറഞ്ഞു, ദേ, ഞാൻ കണ്ടേ വിശ്വസിക്കൂ. ഇങ്ങനെ പല പുളുവടിയും ഞാൻ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കണ്ടേ വിശ്വസിക്കൂ. എന്തു പറഞ്ഞാലും അന്ന് മുതൽ തോമാസ് ലീഹായ്ക്ക് ഈ ചേത്തപ്പേരുണ്ട്. എന്നതാ? അവിശ്വാസി. സത്യത്തിൽ തോമാസ് ലീഹ അവിശ്വസിച്ചത് യേശുവിനെ അല്ല, മറിച്ച് ആരെയാ? ശിഷ്യന്മാരെയാണ്. വലതുകര ഉയർത്തി വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. വലതുകര നന്നായിട്ട് ഉയർത്തിക്കേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഹായുടെ അവിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. തോമാസ് ലീഹായുടെ അവിശ്വാസം സത്യത്തിൽ യേശുവിനെ അല്ലായിരുന്നു, മറിച്ച് ശിഷ്യന്മാരെയായിരുന്നു. ഇന്നേ ദിവസം ഈ തോമാസ് ലീഹായോടുള്ള പ്രത്യേകമായിട്ടുള്ള വണക്കം നമ്മൾ ദൈവജനത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ തോമാസ് ലീഹ നമ്മളെ ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മളൊരു വിശുദ്ധയുടെയോ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്ന പോലെ ഇങ്ങോട്ട് നോക്കിക്കേ, തോമാസ് ലീഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് 3 സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. പലതരം ഉയർത്തി പറഞ്ഞ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മുടെ തോമാസ് ലീഹായെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന 3 പ്രസക്ത ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൽ 4-ഉം 5-ഉം തിരുവചനം. എഴുതി പഠിക്കുന്നവരൊക്കെ എഴുതി പഠിച്ചോ കേട്ടോ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, അതിൽ ചാപ്റ്റർ 14 വേഴ്സ് 4 and 5, 14-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനം. തോമാസ് ലീഹായെ കുറിച്ച് 3 പ്രസക്ത ഭാഗങ്ങൾ. ഈ ഓരോ പ്രസക്ത ഭാഗവും ഒരു കാര്യം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം തിരുവചനം. 4-ാം വചനം ഇങ്ങനെയാണ്: ഞാൻ
പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു കർത്താവേ, എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആ 2-ാം വചനം തൊട്ടൊന്ന് വായിച്ചേ. 2-ാം വചനം തൊട്ടൊന്ന് വായിച്ചേ. 2, 3 ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ച് വായിച്ചേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതെ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഈശോ പറയാണ്, ദേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോവാണ്, അല്ലേ? ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പാവപ്പെട്ട തോമാച്ചൻ, ഈ തോമാച്ചന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. തോമാച്ചൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? 4-ാം വചനം എന്താ? ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഒന്ന് പറഞ്ഞ എല്ലാവരും, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എത്ര നിഷ്കളങ്കമായ ഒരു സംസാരം അല്ലേ? ബാക്കിയുള്ളവന്മാരോ ഇതൊക്കെ അറിയാമെന്നുള്ള പാപത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ പാവം തോമസ് പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ. ഇത് നീ ഈ പറഞ്ഞല്ലോ, വഴി അങ്ങോട്ട് പോകും, അവിടെ ഒരുക്കും, ഇതെന്നതാ? എനിക്ക് മനസ്സിലായില്ല. വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ തോമാസ് ലീഗ ഈശോട് പറഞ്ഞു, നീ എങ്ങോട്ട് പോകുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് നോക്കിക്കേ. തോമാസ് ലീഗയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി ശിഷ്യന്മാരുടെ സ്വഭാവമാണ് നമ്മുടേത്. എന്നതാ? ഒന്നും അറിയാൻ പാടില്ലെങ്കിലും നിപ്പും ഇരിപ്പും കണ്ടാൽ എല്ലാം അറിയാവുന്ന പോലെയാണ് ഇരിപ്പും നിപ്പും നടപ്പും, അല്ലേ? ദേ തോമാസ് ലീഗ നമ്മളോട് പറയുക, മനസ്സിലായില്ലെന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം. എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം. നമ്മുടെ മനസ്സ് എന്നതാ? എല്ലാം അറിയാം, അല്ലേ? എല്ലാം അറിയാന്നുള്ളൊരു മനസ്സുണ്ട്. തോമാസ് ലീഗ പറയുക, എൻ്റെ മനുഷ്യരെ, ദേ ഉള്ള കാര്യം അംഗീകരിക്ക്. അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് സമ്മതിക്ക്. നമ്മൾ സമ്മതിക്കില്ല, നമുക്കെല്ലാം അറിയാം, അല്ലേ? നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു സ്വഭാവ ശൈലിയിൽപ്പെട്ട കാര്യങ്ങളല്ല. നിങ്ങളൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആകാശത്തിന് കീഴിലുള്ള നമ്മളെല്ലാം പറയും, ആധികാരികമായിട്ട് പറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഡൽഹിയിലായിരുന്ന സമയങ്ങളിൽ, എനിക്ക് കഴിഞ്ഞ വർഷം വരെ അവിടെ ഒരു 7-8 വർഷമായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ വരുമ്പോൾ വീടിനടുത്ത് എനിക്കൊരു സുഹൃത്തുണ്ട്, എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അപ്പം ഞാൻ ഈ ഡൽഹിയിൽ ഭയങ്കര ചൂടാണ്, ഡൽഹിയിൽ ഭയങ്കര തണുപ്പാണ് എന്നിങ്ങനെ, അവിടുത്തെ ചൂടും തണുപ്പൊക്കെ ഞാനിങ്ങനെ എങ്ങാനും പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ചങ്ങാതി കയറി ഇരുന്നുകൊണ്ട് വളരെ ആധികാരികമായിട്ട്, അവൻ ഡൽഹി ഇന്നവരെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ വളരെ ആധികാരികമായിട്ട് ഡൽഹിയിലെ തണുപ്പിനെ കുറിച്ച് അവൻ നീണ്ട പ്രസംഗം നടത്തും. അപ്പം ഞാൻ ഇങ്ങനെ വായും പൊളിച്ചിരിക്കും. ഞാൻ അവിടുത്തെ തണുപ്പ് അനുഭവിച്ചു വന്നവൻ, പക്ഷെ എനിക്ക് മിണ്ടാൻ അവകാശമില്ല. കാരണം ഇതൊരിക്കലും കാണാത്തൊരുത്തം ദേ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. എനിക്ക് പിന്നെ മനസ്സിലായത്, ഇവൻ ഡൽഹി മാത്രമല്ല, നിങ്ങളിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വന്ന് അവൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ എന്ന് തുടങ്ങിയാൽ അപ്പോൾ അവൻ ബാക്കി പറഞ്ഞോളൂ. അവൻ അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ വാഷിങ്ടണിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അവൻ്റെ വായിലോട്ട് നോക്കിയിരിക്കും. അയ്യോ, എന്നെ അറിയുക, ഈ ഭൂമിയിൽ സകല കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. ഇതൊരുത്തൻ്റെ മാത്രമൊന്നുമല്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ മതി, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു സ്വഭാവമാണ്, അറിയാൻ പാടില്ലാത്തത് അറിയാൻ പാടില്ല എന്ന് പറയത്തില്ല, എല്ലാം അറിയാവുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരൊക്കെ വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞേ, ചില ആത്മാവിനൊക്കെ ഇച്ചിരി ഉറക്കമൊക്കെ വരുന്നുണ്ടാവും. മോനെ, കുട്ടപ്പ, അറിയാൻ പാടില്ലാത്തത് അറിയാൻ പാടില്ലെന്ന് പറയണം. പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്നവരോട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. പറഞ്ഞു കൊടുത്തേ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാനുള്ളൊരു മനസ്സ് വേണം. തോമാസ് ലീഗ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണം കേട്ടോ.
അപ്പൊ പിന്നെ നമ്മുടെ മക്കളോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഗൂഗിളിലാണ് തപ്പണം, അല്ലേ? എല്ലാത്തിനും ഉത്തരം ഗൂഗിളിലുണ്ട്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ അപ്പം എല്ലാ അറിവുണ്ട് എന്ന് ഗൂഗിളാണ് പറയുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഗൂഗിളല്ല തീരുമാനിക്കേണ്ടത്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർ ചെന്ന് കുഴിയിൽ വീഴുന്നതൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്നില്ല, ഗൂഗിൾ മാപ്പ് വഴി നോക്കിയിട്ട്. അതായത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതും ആധികാരികമല്ല. നമ്മൾ പഠിക്കേണ്ട കാര്യം, തോമാസ് ലീഹ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിലാകാത്തത് മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു. അപ്പൊ തോമാസ് ലീഹ പറഞ്ഞു, പിന്നെ പുളു പഠിക്കാതെ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കത്തില്ല, ഞാൻ കണ്ടേ വിശ്വസിക്കൂ, തൊട്ടേ വിശ്വസിക്കൂ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് ഈ തോമസ് ലീഹ നമ്മളോട് പറയാണ്, വിശ്വാസം എന്നുള്ളത് അത് തികച്ചും വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. അതൊരു വ്യക്തി ആർജിച്ചെടുക്കേണ്ടതാണ്. ഒരു വ്യക്തി അതിനു വേണ്ടി കഷ്ടപ്പെടണം. കണ്ടാൽ പോരാ, കേട്ടാൽ പോരാ, അനുഭവിച്ചറിയണം. ഒന്ന് പറഞ്ഞേ, കണ്ടാൽ പോരാ, കേട്ടാൽ പോരാ, അനുഭവിച്ചറിയണം. അതാണ് യഥാർത്ഥ വ്യക്തിപരമായ വിശ്വാസം. കണ്ടാ പോരാ, കേട്ടാ പോരാ, മറിച്ച് വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൽഹിയിലെ തണുപ്പെന്ന് വെച്ചോ ഉദാഹരണം. ഞാൻ പണ്ട് സെമിനാറിലൊക്കെ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ നാട്ടിലായിരുന്നപ്പോഴത്തേ ഈ ടി വിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്നാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത, ഡൽഹിയിൽ തണുപ്പ്, ഡൽഹിയിൽ നോർത്ത് ഇന്ത്യയിൽ ചൂട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടെന്നോർത്തുകൊണ്ട് അത് എന്നെ ബാധിക്കുമോ? ബാധിക്കുമോ? ഇല്ല. ഓ, ഡൽഹിയിൽ ഇപ്പൊ തണുപ്പാണെങ്കിൽ ഇപ്പൊ എന്നാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലേ? അതേസമയം തന്നെ അത് ഞാൻ കണ്ടു, ടി വിയിലൊക്കെ കണ്ടു. അതേസമയം തന്നെ പത്രത്തിൽ വായിച്ചു, നോർത്ത് ഇന്ത്യയിൽ ശൈത്യം അതികഠിനമായി, മരണം ഇത്ര. അപ്പോഴും എന്നെ ബാധിക്കുമോ? ഇല്ല. എന്നെ ബാധിക്കുന്നത് എപ്പോഴാ? അനുഭവം. ഞാൻ അവിടെ പോയി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അത് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. തണുപ്പ് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, ദേ തണുപ്പ് കാലം വന്ന് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ഒക്കെ ആയി തുടങ്ങുമ്പോഴാണ് എൻ്റെ ദൈവമേ, ഇതാണല്ലേ ഇവിടുത്തെ തണുപ്പ്, എന്നാ തണുപ്പാ, ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കുള്ള തണുപ്പ്. അപ്പൊ ഇത് കണ്ടാ പോരാ, കേട്ടാ പോരാ, തൊട്ടറിയണം. മനസ്സിലാവണുണ്ട്? വിശ്വാസം ഇങ്ങനെ തന്നെ. തോമാസ് ലീഹ പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞു, വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയണ ഞാൻ കേട്ടു, പക്ഷെ കേട്ടാ പോരാ, എനിക്ക് തൊട്ടറിയണം, അനുഭവിച്ചറിയണം. വിശ്വാസം എപ്പോഴും അങ്ങനെയാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എൻ്റെ കുടുംബം അറിയാവോ, പാരമ്പര്യമായി ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ടല്ല കാര്യം, അല്ലേ? നിന്റെ മുതുമുത്തശ്ശൻ അങ്ങനെയായിരുന്നു, നിന്റെ കുടുംബത്തിൽ അങ്ങനെയായിരുന്നു. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ കാര്യം എന്താ, നിന്റെ അവസ്ഥ എന്താ? അതൊരു കാര്യമാണ്, ഒരു ചോദ്യമാണ്. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതാ? നിങ്ങൾ പണ്ട് ആനയുണ്ടായിരുന്ന കുടുംബമായിരിക്കും, ആയിക്കോട്ടെ, ഇപ്പോഴത്തെ വീട്ടിൽ കഞ്ഞി കുടിക്കാനുണ്ടോ? ഇതാണ് ചോദ്യം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോഴെന്താ അവസ്ഥ? പണ്ടത്തെ കാര്യമല്ല, നീ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വ്യക്തിപരമായി പേഴ്സണലായിട്ട് നമ്മുടെ അവസ്ഥ എന്താണ്? വിശ്വാസ ജീവിതവും അങ്ങനെ തന്നെ. കേട്ടാ പോരാ, കണ്ടാ പോരാ, തൊട്ടനുഭവിക്കണം. വലതുകര ഉയർത്തിപ്പറ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒച്ചത്തിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പൊ കരം താഴ്ത്തിക്ക്. പ്രിയപ്പെട്ടവർ, ഇത് തോമാസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അറിയാൻ പാടില്ലാത്തത് അറിയില്ല എന്ന് പറയുന്ന ഒരു മനസ്സ്. അങ്ങനെ വരുമ്പോഴാണ് വിശ്വാസ അനുഭവത്തെ വർദ്ധിപ്പിക്കുന്നത്. അല്ലാതെ നമുക്കെല്ലാം അറിയാമെന്നും പറഞ്ഞ് നടന്നാൽ നമുക്കൊരു വളർച്ചയുണ്ടാവില്ല. രണ്ടാമത്തെ
ഒരു പ്രസക്തമായ വചനഭാഗം. അത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ 7 തിരുവചനം, ചാപ്റ്റർ 11 വേഴ്സ് 7. 11 അധ്യായം 7 തിരുവചനം. നമുക്ക് രംഗമറിയാം. ലാസറിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് അതാ നമുക്ക് ഈ ലാസറിന്റെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയം. അപ്പോൾ 7 വചനം ഒന്ന് വായിച്ചേ. 11 അധ്യായം 7 വചനം വായിച്ചേ. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. എങ്ങോട്ട് പോകാം? യൂദയായിലേക്ക് പോകാം. കേട്ടോ, ഇവിടെ ഇരുന്നാ പോരാ, നമുക്ക് യൂദയായിലേക്ക് പോകാം. അപ്പോ ശിഷ്യന്മാരെന്ത് പറഞ്ഞു? 8 വചനം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? ഈശോ പറഞ്ഞു നമുക്ക് എങ്ങോട്ട് പോകാം? പറ. യൂദയായിലേക്ക് പോകാം. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, എന്നാ വർത്താനം പറയണേ, ഇപ്പൊ തന്നെ അതേ കല്ലെറിഞ്ഞ് പപ്പടാക്കും, ഇനിയിപ്പൊ അങ്ങോട്ട് പോണോ? ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണോ? ആവശ്യമില്ലാത്ത പണിക്ക് പോണോ? നമ്മൾ ഇപ്പോൾ ഉള്ള ഈ കഞ്ഞു കുടിച്ച് ജീവിച്ചാൽ പോരെ, വേറെ പണിക്ക് പോണോ? എന്തിനങ്ങോട്ടൊക്കെ പോണേ? വല്ല ആവശ്യമുണ്ടോ? അപ്പൊ നമ്മുടെ തോമാച്ചൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. 11 അധ്യായം അതിന്റെ 16 തിരുവചനം. 16 തിരുവചനം ഒന്ന് വായിച്ചേ. 16. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഇതാണ് നമ്മുടെ തോമസ്. നിസാരപ്പെട്ട ആളല്ല. ബാക്കിയുള്ള ശിഷ്യന്മാർ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ടെന്നേ, അവിടെ അപകടവും അവിടെ കഷ്ടപ്പാടും അവിടെ ദുഃഖവും ഒക്കെയാണ്, അങ്ങോട്ട് പോകണ്ട. തോമസ് പറഞ്ഞു, ദേ നമ്മുടെ ഗുരു പോകുന്നിടത്ത് നമുക്കും പോകാം എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള ഒരു മനസ്സ് ഇന്നത്തെ ദിവസം തോമാസ് ശ്ലീഹ നമുക്ക് സമ്മാനിക്കുന്നു. എന്തിനുള്ള മനസ്സ്? സഹിക്കാനുള്ള മനസ്സ്, സഹനം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ്, യേശുവിൻ്റെ കുരിശ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്. ഈ മനസ്സുള്ളത് കൊണ്ടാണ് ഉദ്ധിതനായ യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഈ ഭാരത മണ്ണിലേക്ക് ഇത്രയും കിലോമീറ്ററുകൾ ദൂരം താണ്ടി ഈ ദേശത്തെത്തുകയും അനേക തരത്തിലുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് വിശ്വാസം ഈ മണ്ണിൽ പരത്തുകയും ഇപ്പൊ നമ്മൾ അഭിമാനത്തോടെ തോമായുടെ മക്കളാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താ? തോമാസ് ലീഹ എടുത്ത ഈ റിസ്ക്, ത്യാഗം ഏറ്റെടുക്കാൻ, സഹിക്കാനുള്ള ഒരു മനസ്സ്. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ ഈ സഹിക്കാനുള്ള മനസ്സ് തോമാസ് ലീഹ അവിടുന്ന് ഇവിടം വരെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാ ഈ സഹിക്കാനുള്ള മനസ്സ് പ്രകടിപ്പിക്കേണ്ടത്? എവിടെയാ? അച്ഛാ, ആഫ്രിക്കയിൽ ഞാൻ പോയിട്ട് വേണം എനിക്ക് ഈ സഹിക്കാനുള്ള മനസ്സ്. ഈശോയ്ക്ക് വേണ്ടി സൊമാലിയയിൽ പോയിട്ട്, ആഫ്രിക്കയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവണം. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്? കൈ പൊക്കിക്കേ. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ ആഗ്രഹമുള്ളവർ എങ്ങും പോകണ്ട, എവിടെയെങ്കിലും പോയി ഒരു രക്തസാക്ഷിയാവണം. അങ്ങനെ ആഗ്രഹമുള്ളവരായിക്കോട്ടെ. എവിടെയെങ്കിലും രക്തസാക്ഷിയാവാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ, ഞാൻ പറഞ്ഞ് കുറച്ച് കൊണ്ടുവരുക. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഒന്ന് കൈ പൊക്കിക്കേ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. വെറുതെ ഇപ്പം മരിക്കണ്ട, വെറുതെ അറിയാൻ. ഈശോയ്ക്ക് വേണ്ടി മരിക്കാം, ഈശോയ്ക്ക് വേണ്ടി മരിക്കാം. അമ്മച്ചിയേ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാം. ചിരിക്കുവാണോ? ഈശോയ്ക്ക് വേണ്ടി മരിക്കാം. തയ്യാറുള്ളവർ കൈപൊക്കൂ. ഈശോയ്ക്ക് വേണ്ടി മരിക്കാം. കുറേ പേരുണ്ട്. വെരി ഗുഡ്. കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്. കൈപൊക്കിയാൽ ഈ കത്തനാർ എന്തെങ്കിലും ഇനി പറഞ്ഞു വിടുവോ എന്ന് പേടിച്ചിട്ടാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദൂരങ്ങളിൽ എങ്ങും പോകണ്ട. ആദ്യം നമ്മുടെ വീട്ടിൽ ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മുടെ വീട്ടിൽ ആരംഭിക്കാം. നമ്മുടെ വീട്ടിൽ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഈ മണിപ്പൂരിൽ കലാപമൊക്കെ നടന്ന സമയത്ത് ഒരു ഇടവക പള്ളിയിൽ, ഒരു ഇടവക മാത്രമല്ല, അവിടെ ഒരു പ്രദേശത്ത് വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ.
ഞാനും അതിന് പങ്കെടുക്കാനുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ ഇടയിൽ. എൻ്റെ ദൈവമേ, ആ പ്രസംഗം കുറച്ച് പേര് നിന്ന് കത്തിപ്രസംഗമാണ്, സൂപ്പർ പ്രസംഗം. അതിലൊരു അൽമായൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ കോരിത്തരിച്ചു. ഇപ്പം തന്നെ മണിപ്പൂരിലേക്ക് പോകണമെന്നോ എനിക്ക് അപ്പം തോന്നിപ്പോയി. അതായത് നമ്മൾ അവിടെ സഹിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അൽമായൻ്റെ പ്രസംഗം നല്ല സ്റ്റീപ്പൊരു പ്രസംഗം. ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, ഭയങ്കര ആവേശം തോന്നും. ഈ ചേട്ടൻ്റെ പ്രസംഗം കേട്ട് നല്ല ആവേശം. അങ്ങനെ നല്ല ആവേശത്തിലൊക്കെ നിൽക്കുന്നു. സെമിനാർ കഴിഞ്ഞു. അപ്പോൾ അവിടെ വൈദികർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചായ ഒരു കടിയൊക്കെ വെച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് അൽമായരുണ്ട്. അപ്പോൾ ഞാൻ വൈദികരുടെ അവിടെ പോയി നിന്നിട്ടൊരു ചായ കടിയൊക്കെ കഴിച്ചു, ഒരു ബിസ്ക്കറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇത് വിതരണം ചെയ്യുന്ന, എനിക്ക് തോന്നുന്ന മാതൃവേദിക്കാരാണ് ആ ഇടവകയിലെ അമ്മമാർ. അപ്പോൾ അതിലൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ സ്തുതിയായിരിക്കട്ടെ, അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഞാൻ നല്ല ആവേശത്തിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു പിന്നെ അല്ല ചേച്ചി പ്രാർത്ഥിക്കാം, നമ്മൾ സഹിക്കാനുള്ളവരല്ലേ, നമ്മൾ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അച്ഛാ വീട്ടിൽ പ്രശ്നങ്ങളാ, വീട്ടിൽ പ്രശ്നങ്ങളാ അച്ഛാ, ആരോടും പറയാൻ പറ്റത്തില്ല. ഭർത്താവിൽ നിന്ന് ഒത്തിരി ഞാൻ സഹിക്കുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങൾ വീട്ടിൽ വന്നിട്ട് അയാൾ എന്നെ ശാരീരികമായിട്ട് വേദനിപ്പിക്കും അച്ഛാ, പുറത്ത് പറയാൻ പറ്റത്തില്ല, ശാരീരികമായ വേദനയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അത് ഇടവക വികാരിയച്ഛനോട് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഇടപെടണം. അല്ല അച്ഛാ, അച്ഛനോടൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞത്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് ഇദ്ദേഹം എവിടെയുണ്ട്, ഈ ഭർത്താവ് എവിടെയുണ്ട്, ഇയാളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം, നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അച്ഛാ അയാൾ ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, അതെവിടെ? അച്ഛൻ ഇച്ചിരി മുമ്പ് കേട്ടില്ലേ ഒരു ചേട്ടൻ നിന്ന് പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു ചേട്ടൻ്റെ പ്രസംഗം. എൻ്റെ ദൈവമേ, ആ പ്രസംഗം എന്നാ പ്രസംഗമായിരുന്നു! മണിപ്പൂരിൽ സഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൂടെ, അയ്യോ ആ ചേട്ടനാണ് എൻ്റെ ഭർത്താവ്. മനസ്സിലായോ? മണിപ്പൂരിനെ കുറിച്ചും ആഫ്രിക്കയിൽ സഹിക്കുന്നതിനെ കുറിച്ചും നോർത്ത് ഇന്ത്യയിലെ പീഡനങ്ങളെക്കുറിച്ചും പ്രസംഗിച്ച ചേട്ടൻ സ്വന്തം വീട്ടിൽ ഭാര്യയെ കുനിച്ചു നിർത്തി എല്ലാ ദിവസവും ഇടിക്കുന്നു. എന്തൊരവസ്ഥയാണ്! നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പ, പ്രായോഗികമായിട്ട് വീട്ടിൽ നാട്ടിലൊന്നും പുറത്തൊന്നും പോണ്ടെന്ന്, സ്വന്തം വീട്ടിൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവർ നാട് നന്നാക്കാൻ വേണ്ടി രാവിലെ തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങും, രാവിലെ തന്നെ നാട് നന്നാക്കാൻ. വീട്ടിൽ കഞ്ഞിയുണ്ടോ, വീട്ടിലെ മക്കള് ഏത് വഴിക്ക് പോയി, ഇതൊന്നും അവർക്ക് വിഷയമല്ല. നാട് നന്നാക്കാൻ ഇറങ്ങും. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നിന്റെ വീട് നന്നാക്കണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നാട് നന്നാക്കുന്നതിന് മുമ്പ് നിന്റെ വീട് നന്നാക്കണം. പറഞ്ഞു കൊടു. പറയാൻ പേടിയാ അല്ലേ? പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഇതിന് തയ്യാറാവണമെന്ന്, നമ്മുടെ സ്വഭാവത്തിൽ ഇതുണ്ടായിരിക്കണം. സ്വഭാവത്തിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട് നന്നാക്കാം. നമ്മുടെ വീട്ടില്, നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ തോമാസ് ലീഗ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നീ വലിയ മിഷൻ യാത്ര ഒന്നും ചെയ്യണ്ട, ആദ്യം നമ്മുടെ വീട്ടിലുള്ളൊരു മിഷൻ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ശുശ്രൂഷ, ജീവിത പങ്കാളിക്ക് ഒരു സമാധാനം കൊടുക്കാൻ, മക്കൾക്ക് സ്നേഹപൂർവ്വം പെരുമാറാൻ, അതിനുള്ളൊരു മനസ്സ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഹ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമാണ് സഹിക്കാനുള്ള ഒരു മനസ്സ്. ഹല്ലേലൂയാ. മൂന്നാമത്തെ പാഠം യോഹന്നാന്റെ സുവിശേഷം. ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിൽ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വചനഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് ഈശോ അവരുടെ മുമ്പിൽ നിന്ന് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആര് ഉണ്ടായിരുന്നില്ല? തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഈ ചീത്തപ്പേര് മുഴുവൻ കേൾക്കേണ്ടി വന്നത്. തോമാസ് ലീഹ നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്, നീ എന്നും കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം. നിന്റെ കൂട്ടം വിട്ട് നീ പോയേക്കരുത്. അങ്ങനെ പോയാൽ ജീവിതകാലം മുഴുവൻ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. തോമാസ് ലീഹ പഠിപ്പിക്കുന്ന പാഠം. നീ ജീവിതത്തിൽ എന്നും കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം.
തോമാസ് ലീഗ തീഷ്ണമതിയാണ്. ഈശോയോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഞാനും കൂടെയുണ്ട് മരിക്കാൻ എന്നൊക്കെ പറഞ്ഞ ഈ വലിയ ശിഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കൂട്ടായ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആ കൂട്ടായ്മയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ആ ശിഷ്യൻ അനുഭവിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ ഭാഗമാവുക, സഭയുടെ ഭാഗമാവുക, ഇടവക കൂട്ടായ്മയുടെ ഭാഗമാകുക, പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമാവുക, പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷകളുടെ ഭാഗമാകുക പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടായ്മ. കൂട്ടായ്മ വിട്ടു പോയേക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, കൂട്ടായ്മ വിട്ടു പോയേക്കരുത്. പറഞ്ഞു കൊടുത്തേ, കൂട്ടായ്മ വിട്ടു പോയേക്കരുത്. ഹാലേലുയാ, ഹാലേലുയാ. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ദേശത്ത് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബമുള്ള ദേശത്ത് ഒരു ദേവാലയം പണിയപ്പെട്ടത് നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിന്റെ കണ്ണുനീരിന് ഉത്തരമായിട്ടൊരു ദേവാലയം. അത് നിന്റെ പ്രാർത്ഥനയുടെ മണ്ണാണ്. ആ ദേവാലയത്തിൽ നീ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ ദൈവത്തെ തേടാൻ, പ്രാർത്ഥിക്കാൻ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അതിട്ടിട്ട് പോയേക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ഒരു വികാരിച്ചം പറഞ്ഞിട്ട് ആ ഇടവകയിലുള്ള ഒരു ചേട്ടനെ കാണാൻ പോയി. പ്രായമുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ ആ പള്ളിയുടെ വലിയ ശക്തമായിട്ട് ആ പള്ളിയുടെ ഒരു മുന്നണി പോരാളിയായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് ഈ ചേട്ടൻ ആ പള്ളി പോകുന്നില്ല. അപ്പൊ ഞാൻ ചെന്ന് കണ്ടു, ചേട്ടൻ എന്താ പള്ളി പോകാത്ത, അത് ശരിയല്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ കരഞ്ഞോണ്ട് പറഞ്ഞു, അച്ഛാ, ആ പള്ളി പണിതതിന് ശേഷം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനായിരുന്നു ആ പള്ളിയിലെ കൈക്കാരൻ, ട്രസ്റ്റി. ഇപ്പോ വികാരിയച്ഛൻ വേറെ ഒരാളെ തെരഞ്ഞെടുത്തു. ഇതെന്നാ മര്യാദ കെട്ട പരിപാടിയാ. ഇപ്പൊ ഞാനൊന്നും അല്ലാണ്ടായില്ലേ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഇങ്ങനെയുണ്ട്. 15 വർഷമായിട്ട് ഇയാളായിരുന്നു ട്രസ്റ്റി. അപ്പൊ ഇയാൾ ഇത്രയും നാളും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്തിനായിരുന്നു? ട്രസ്റ്റി. ഞാൻ എന്തോ ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും, നിനക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പൊസിഷൻ കിട്ടിയില്ലെങ്കിലും, നീ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ. നീ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ. നീ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം. അല്ലാതെ നിനക്ക് എന്തെങ്കിലും തരത്തിൽ നിന്റെ ആശയങ്ങൾക്കെതിരാണ്, എന്നാ പിന്നീട് ഞാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള എതിർ ചിന്തകൾ അനേകരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വേറൊരു ഇടവകയിൽ അവിടുത്തെ പാട്ട് സംഘം, മ്യൂസിക് ടീം, കൊയർ മെമ്പേഴ്സ്, പഴയ ഗ്രൂപ്പ്, പുതിയ ഗ്രൂപ്പ്. അവിടെ ഒരു കൊച്ചച്ഛനും കൂടെ വന്നപ്പോഴത്തേക്ക്, അച്ഛൻ പാട്ടുകാരനായപ്പോഴത്തേക്ക് അച്ഛൻ 3-4 ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ചകളിൽ മുതിർന്നവർ ഇന്ന കുർബാനയ്ക്ക് പാടും, അടുത്ത ഗ്രൂപ്പ് യുവജനങ്ങൾ പാടും, കുട്ടികൾ പാടും, അങ്ങനെ 3-4 ഗ്രൂപ്പ് തെരഞ്ഞെടുത്തതോടുകൂടി ഇത്രയും നാളും പാടിക്കൊണ്ടിരുന്ന ടീം രാജിവെച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ അവഹേളിച്ചു, ഇനി ഞങ്ങൾ പാടാനില്ല. അതെന്താ അങ്ങനെ? ഞങ്ങളിനി ഈ പള്ളി വരുന്നില്ലെന്ന്. അപ്പൊ ഇവരെ വിളിച്ച് സംസാരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഇവര് പറഞ്ഞത്, ഞങ്ങളാണ് ഇവിടെ പാട്ടുകാര്, ഞങ്ങളെ പാടൂ. അത് കൊള്ളാലോ. പുതിയ തലമുറ, അവരൊന്നും അല്ലെന്ന്, ഞങ്ങളല്ലേ ആളുകൾ, ഞങ്ങളാണ് പാട്ടുകാര്, വേറെ വേണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ പള്ളി വരുന്നില്ല. അപ്പൊ ഇത്രയും നാളും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്തിനാ? പറ ചേച്ചി. പാട്ടുപാടാൻ. ആർക്ക് പാട്ടുപാടാൻ? സ്വന്തം ഗ്ലോറി. ഞാൻ. എന്ത് ഞാൻ? പള്ളി വരുന്നത് പ്രാർത്ഥിക്കാൻ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശുശ്രൂഷ. നിങ്ങൾ പോട്ട ആശ്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കാലാകാലങ്ങളിൽ പല വൈദികർ മാറി മാറി വരും. ഓരോ വൈദികനും ഓരോ സ്വഭാവ രീതികളുണ്ടാവും, ഇല്ലേ? ഓരോ രീതികളായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആരുടെയെങ്കിലും പ്രത്യേക രീതി കണ്ടിട്ട്, എന്നാ പിന്നെ ഞാൻ പോട്ട, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, ഇനി ഞാൻ വേറെ ധ്യാന കേന്ദ്രം. ഇനി കുറച്ചാൾ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ അച്ഛന് വേറെ സ്വഭാവം. എന്നാ പിന്നെ അവിടുന്ന് ചില ആത്മാക്കളെ കണ്ടിട്ടില്ലേ? കേരളത്തിൽ 120-ലധികം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കുവാണ്. സ്വന്തമായിട്ട് ഒരു തറവാടെന്ന് പറയാൻ എങ്ങും ഇല്ല. ഉണ്ടെന്ന്. അതായത് അവരിങ്ങനെ മാറി നടന്നുകൊണ്ടിരിക്കുക. നിനക്ക് സ്വന്തമായിട്ട് ദൈവം പ്രാർത്ഥിക്കാൻ ഒരിടം തന്നിട്ടുണ്ട്. നിന്റെ തറവാടായിട്ടൊരു പ്രാർത്ഥന ആലയമുണ്ട്. ദൈവം നിന്നെ ഉയർത്തിയതുകൊണ്ടൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയോട് സ്നേഹവും ബന്ധവും ഉണ്ടായിരിക്കണം. നിനക്കവിടെ സ്ഥാനം കിട്ടുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നീ ഉടനെ തന്നെ
പുതിയൊരു കൂട്ടായ്മ രൂപീകരിച്ച് നീ നിന്റെ പടി തോക്കി പോകരുത്. നീ എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇച്ചിരി എളിമപ്പെട്ടൊക്കെ പ്രാർത്ഥിക്കണം. ഇച്ചിരി കഷ്ടപ്പാടാണ്. കാരണം ചിലർക്കൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ തോന്നും, ഞാൻ ഇത്രയും വർഷമായിട്ട് ലീഡറായിട്ടിരുന്ന ആളല്ലേ, പുതിയ ലീഡറെ തിരഞ്ഞെടുത്തപ്പോൾ ഞാനൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ ഇനി ഞാൻ വരണോ? ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇത്രയും നാളും ഈ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ലീഡർ വന്നോണ്ടിരുന്ന എന്തിനാ? ലീഡർ കളിക്കാൻ. എന്ത് കാര്യത്തിന്? ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല, സ്വയം ഒന്ന് ചിന്തിക്കുക. കൂട്ടായ്മയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അവിടെ എളിമപ്പെടണം, ചേർന്നിരിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, പരസ്പരം അംഗീകരിക്കണം. എങ്കിലേ വളർച്ചയുണ്ടാവുകയുള്ളൂ. അല്ലാതെ എനിക്ക് അവസരമില്ലെങ്കിൽ ഞാൻ അവസരമുള്ള സ്ഥലത്ത് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നാൽ അവരിങ്ങനെ ജീവിതകാലം മുഴുവൻ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ പറയണ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മുഖം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണത്. പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കല്ലെറിയുമായിരിക്കും. എന്നാലും ഓർത്തോ, നമ്മൾ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം. കൂട്ടായ്മ വിട്ട് നമ്മൾ പോയേക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, കൂട്ടായ്മ വിട്ട് പോയേക്കരുത്. നമ്മുടെ ഇടവക പള്ളി, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ, നമ്മുടെ ഒരു ധ്യാന മന്ദിരം, നമ്മുടെ ഒരു രൂപത, നമ്മളായിരിക്കുന്ന തിരുസഭ, അതിനൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. അപ്പൊ തോമാസ് ശ്ലീഹ ഇന്ന് നമുക്ക് 3 സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്നതായിരുന്നു? ഓർമ്മയുണ്ടോ? മനസ്സിലാകാത്തത് മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം. പറഞ്ഞു കൊടുത്ത് എടുത്തിരിക്കുന്നവരോട്, മനസ്സിലാകാത്തത് മനസ്സിലായില്ല എന്ന് പറയാനുള്ള മനസ്സ് വേണം. ചിലർ തലയാട്ടി പിന്നെ അതും എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്നാമത്. രണ്ടാമത്തത് സഹിക്കാനുള്ള ഒരു മനസ്സ് വേണം. പറഞ്ഞു കൊടുത്തേ, സഹിക്കാനുള്ളൊരു മനസ്സ്. മൂന്നാമത്തത് കൂട്ടായ്മ വിട്ട് പോയേക്കരുത്. പറഞ്ഞുകൊടു, ശക്തമായിട്ട് പറഞ്ഞുകൊടു, കൂട്ടായ്മ വിട്ട് പോയേക്കരുത്. പ്രാർത്ഥനാ കൂട്ടായ്മക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറയണം, കൂട്ടായ്മ വിട്ട് പോയേക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധന സമയത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടാമെന്ന് മുൻപ് കരങ്ങൾ 2 നന്നായിട്ട് ഉയർത്തി കണ്ണുകളടച്ച് ഭാരത സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ടാകുമ്പോൾ മാർത്തോമാ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ വളരാൻ, സ്നേഹിക്കുവാൻ, മനസ്സിലാകാത്തത് മനസ്സിലായില്ല എന്ന് പറയുവാൻ, സഹിക്കാനുള്ള മനസ്സ്, കൂട്ടായ്മയോട് ചേർന്നിരിക്കാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.